രാവിലെ പാവ് ഭാജി മസാല ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ചീനച്ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് സവാള ഇട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. 2 മീഡിയം സൈസിലെ സവാള. എന്നിട്ട് അതിലേക്ക് മട്ടറൂടെ ഇട്ട് രണ്ടും കൂടെ വഴറ്റിയത്. അതിലേക്ക് ഇനി പിന്നെ ഒരു 3-4 ചെറിയ ടൊമാറ്റോയുടെ മിക്സിയിൽ അരച്ചതുകൂടെ ചേർത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോയിലൊക്കെ വെള്ളം ഒന്ന് പോകുന്നിടം വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, സ്വല്പം മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ പാവ് ഭാജി മസാല 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് അതിൻ്റെ മസാലയുടെയൊക്കെ പച്ചമണം പോകുന്നിടം വരെ വഴറ്റിയതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ച വെജിറ്റബിൾസ് അതൊന്ന് സ്മാഷ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെ വെജിറ്റബിൾസ് ഉപയോഗിക്കുമോ അതെല്ലാം ചേർക്കാം. ഞാൻ ക്യാരറ്റ്, പൊട്ടറ്റോ, കോളിഫ്ലവർ, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ മിക്സ് ഇവിടെ നന്നായിട്ട് ഞാൻ ഇതൊന്ന് ഉടച്ചെടുക്കും. കാരണം വെജിറ്റബിൾസ് എല്ലാം ഇവിടെ വയറ്റി ചെല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവർ പീസായിട്ട് കിടന്നാൽ എടുത്ത് മാറ്റി വെക്കും. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ആക്ച്വലി ഈ സവാളയൊക്കെ നമ്മളിത് വഴറ്റുന്നത് ബട്ടറിലാണെങ്കിൽ കുറേയും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ബട്ടർ ലാസ്റ്റിൽ ഇച്ചിരി ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ പീസ് ബട്ടർ കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പാവ് ഭാജി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മസാലയുടെ മുകളിൽ ഞാൻ ഇച്ചിരി ബട്ടർ തേച്ചിട്ടാണ് കഴിക്കാനെടുത്തത്. അതിനുശേഷം ടിഫിൻ കൊച്ചിന് കൊണ്ടുപോകാൻ ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ഈസി ടൊമാറ്റോ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സവാളയും. അപ്പം ചോറ് ഇന്നലെ വേവിച്ച ചോറ് ഇരിപ്പുണ്ട്. അതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബിരിയാണി റൈസ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ നമ്മുടെ സാധാ വെള്ളേരിയ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സവാളയൊക്കെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ടൊമാറ്റോയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ചീനച്ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ജീരകവും ഇച്ചിരി കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഈ സവാള ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഈ ചെറുതായിട്ട് അരിഞ്ഞ ടൊമാറ്റോയുടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എണ്ണ ചൂടായി കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ പട്ട, ഗ്രാമ്പു ഇതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പം കുറേയും കൂടെ ഒരു ഫ്ലേവർ കിട്ടും. ഞാൻ അതൊന്നും ചേർത്തില്ല. എന്നിട്ട് ഈ ടൊമാറ്റോയുടെ ഇട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതൊന്ന് വഴന്ന് വന്നിട്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടി, ഇച്ചിരി ഗരം മസാലയും ടേസ്റ്റ് കിട്ടിയിട്ട് ഞാൻ ഒരു ഇച്ചിരി ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്നും ചേർക്കത്തില്ല, പക്ഷേ അവന് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ അതുകൂടെ ചേർത്തതാണ്. പിന്നെ ലാസ്റ്റിൽ ഇച്ചിരി മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ അവന് ഈ പപ്പടം പോലെ റാഗിയുടെ നല്ലിയിലുണ്ട്, അത് ഇങ്ങനെ ഒന്ന് വറുത്ത് കൊടുത്ത് വിടുന്നുണ്ട്. അപ്പോൾ പപ്പടം പോലെ സൈഡ് ഡിഷായിട്ട് അത് ഉപയോഗിക്കാം. അപ്പോൾ അവൻ്റെ ടിഫിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ പയർ തോരനാണ് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ സവാളയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഇട്ട് നന്നായി ഞെവിടിയിട്ടുണ്ട്. പിന്നെ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടിട്ട് ഇതിട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ വീഡിയോയുടെ ഫുൾ വീഡിയോ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ബിജീസ് കിച്ചൻ ചാനൽ ഇട്ടിട്ടുണ്ട്.